ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ലൊരു ഹെർബൽ ഷാമ്പൂ ആണ്. നമ്മളിപ്പം പറയുമല്ലേ മുടിക്ക് ഡൈ ഒക്കെ ചെയ്തതിന് ശേഷവും നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷാമ്പൂ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കണം, ഹെർബൽ ഷാമ്പൂ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനതുകൊണ്ടൊരു ഹെർബൽ ഷാമ്പൂ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ 3 ഐറ്റമാണ് വന്നിരിക്കുന്നത്. ശിഖാക്കായി ഉണ്ട്, അതുപോലെ തന്നെ ഉണങ്ങിയ നെല്ലിക്ക, ആംല ഉണ്ട്, പിന്നെ റീത്ത, സോപ്പ്നട്ട്. ഇത് 3 ഐറ്റംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഫുൾ പാക്കറ്റ് ഷാമ്പൂ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ഷാമ്പൂ ഉണ്ടാക്കുന്നത്. നമ്മൾ 8 സോപ്പ്നട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോപ്പ്നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കുരുവും കൂടിയുണ്ട്. നമുക്ക് ആ തൊണ്ട് മാത്രം മതി. പിന്നെ ഈ കളർ കണ്ടു, ഇത് കുറച്ചിരി ലൈറ്റായിട്ടുള്ള കളറുള്ള സോപ്പ്നട്ട് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതുപോലെ നല്ല സോപ്പിൻ്റെ പാതയൊക്കെ ഉണ്ടായിട്ട് കൂടുതൽ ഇതിനകത്തുനിന്ന് ഇഫക്റ്റീവായിട്ടുള്ളൊരു ഷാമ്പൂവിൻ്റെ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ കുരു കളയാനായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ട്. ഇതൊന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ തൊണ്ട് പൊട്ടിയിട്ട് നമ്മുടെ ഈ ജാതിയുടെ കുരുവൊക്കെ പൊട്ടിച്ചെടുക്കത്തില്ല, അതുപോലെ ഇതുകൊണ്ട് ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും തൊണ്ട് ഇതുപോലെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തെ തൊണ്ടെല്ലാം പോയിട്ട് നമുക്ക് കുരുവൊക്കെ മാറ്റിയിട്ട് തൊണ്ട് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ തൊണ്ടൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ആ ചീവിക്ക എന്ന് പറഞ്ഞ ഒരു പോട്ട്സ് ഉണ്ട്, ഒരു ചീവിക്കയുടെ ആ ഒരു തണ്ട് കണ്ടോ, അതാണ് നമ്മളിനി അടുത്ത് എടുക്കാൻ പോകുന്നത്. ഇതിനകത്തൊരു ചെറിയ കുരു ഉണ്ട്, പക്ഷേ ആ കുരു കളഞ്ഞില്ലേലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഓരോ കുരുകൾ ഉണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ കുരുക്കൾ എന്തുണ്ട്. പക്ഷേ അത് നമ്മുടെ മിക്സിയിലൊന്നും പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് കളയണമെന്നില്ല, അതും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും പൊടിക്കാതെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ പൊടിച്ചെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് മിക്സിയിൽ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് വഴി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഷാമ്പൂ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് വന്ന് അതിന് തൊട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഒരു പിടിയോളം ഞാൻ ഉണങ്ങിയ നെല്ലിക്ക എടുക്കുന്നുണ്ട്. ഈ നെല്ലിക്ക ഭയങ്കര ഹാർഡാണ്, അപ്പോൾ അത്ര പൊടിച്ചൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാനൊന്ന് മിക്സി അടിച്ചപ്പോൾ പറഞ്ഞു മിക്സി കേടായി പോകുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും അടിച്ചില്ല കേട്ടോ, അത്രമാത്രം അടിച്ചിട്ട് അതിന് തൊട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ സാധാരണ നമ്മളൊക്കെ എല്ലാത്തിനും ഹെയറിന് ഉപയോഗിക്കുന്ന 2 ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണേൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഞാൻ വിചാരിച്ചു ഏതൊക്കെയാലും ഉണ്ടാക്കുമല്ലേ, അതും കൂടി ചേർക്കാമെന്നൊന്ന്. ഉലുവയാണ്, പിന്നെ കരിഞ്ചീരകവും, അതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് മുടിയുടെ സ്കാൽപ്പിലൊക്കെ നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ, അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കളർ കൊടുക്കാനൊക്കെ കരിഞ്ചീരകം നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മളിതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ രാത്രിയിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുവാണ്. അപ്പോൾ നമ്മളൊരു രാത്രി സോക്ക് ചെയ്ത് നമുക്ക് രാവിലെ ഇതിൻ്റെ ഷാമ്പൂ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെക്കുവാണ്. കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ച് ഇളക്കുമ്പോൾ കണ്ടോ ഒരു സോപ്പ് പോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതേ രാവിലെ എടുത്തപ്പോൾ നോക്കി അതിൻ്റെ കളറൊക്കെ തന്നെ മാറി കേട്ടോ. അപ്പോൾ ഇതൊരു ഷാമ്പൂ കം ഒരു ഡൈയുടെ പോലെ ഒരു ഇഫക്റ്റാണ്. എന്തായാലും ഇത് തേച്ച് കഴിയുമ്പോൾ മുടിക്ക് അതിൻ്റേതായൊരു ഗുണം ഉണ്ടാകുന്നുണ്ട്. എല്ലാ രീതിയിലും അത് കംപ്ലീറ്റ് പാക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ചീനിച്ചട്ടിക്ക് എന്തോരം വെള്ളം കൊള്ളാവോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിനെ തിളപ്പിക്കാൻ വെക്കുവാണേ. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം, കാരണം അതിനകത്ത് മൊത്തം സത്തൊക്കെ ഇറങ്ങി വരണം. അത് ആദ്യം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടാൽ മതി. ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, ഫ്ലാക്സ് സീഡ്. ഇപ്പോൾ ഷാമ്പൂവിനൊക്കെ ഒരു കുഴ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ രീതിയിലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും ആണ് ഞാൻ ഈ ഫ്ലാക്സ് സീഡും കൂടി ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ മിക്സിക്കകത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഇപ്പം ഇനി അടുത്തായിട്ട് ഇത് ഫുള്ളായിട്ട് തിളപ്പിക്കാൻ പോണത്. ഇപ്പോഴത്തെ പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഷാമ്പൂ അതുപോലെ തന്നെ നമുക്ക് മുടിക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും തരുവാണ് കേട്ടോ ഈ ഒരു ഷാമ്പൂ കൊണ്ട് തന്നെ. അപ്പോൾ കണ്ടോ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ ചെറിയ തീയിലിട്ടിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം അതിനകത്ത് മട്ടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഈ ചൂടോടുകൂടി തുണിയിലഴിച്ചാൽ തന്നെ നമുക്ക് അന്നേരം ഭയങ്കര ചൂടായതുകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കണ്ട് ഇതുപോലെ അതിനകത്തുനിന്ന് എത്രത്തോളം താഴോട്ട് പോരും അത്രയും എടുത്തതിന് ശേഷം പിന്നെ ഇതൊന്നും കൂടി തുണിക്കകത്ത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, കാരണം ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഒന്നും കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാമ്പൂവിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാധാരണ ഷാമ്പൂവിൻ്റെ രീതിയിലുള്ള ഒരു ടെക്സ്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ ഇത് കണ്ടോ, ആ തുണിയാണ് നമ്മൾ അരിച്ചെടുത്ത തുണിയുടെ ഒരു കണ്ടീഷൻ കണ്ടോ, ഫുൾ ബ്ലാക്ക് ആയിപ്പോയി. 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കറുത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഡൈയും കൂടിയാണ് കേട്ടോ. ഷാമ്പൂ കം ഡൈ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണേ നോക്കാം. അപ്പോൾ ഞാനിവിടെ തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്ന ആ സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇപ്പം കുറച്ച് ദിവസമൊക്കെ പുറത്ത് തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്നും കൂടി കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഐസ് ആക്കിയിട്ട് ഐസ് ക്യൂബ്സ് ഒക്കെ ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് പതപ്പിച്ച് നോക്കാം കേട്ടോ, ഇതെങ്ങനെയാണ് ഷാമ്പൂവിൻ്റെ ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരി മിച്ചം ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പതപ്പിച്ച് നോക്കാം ഇതെങ്ങനെയാണ് സാധാരണ ഷാമ്പൂ പോലെ പതഞ്ഞൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, അത് കണ്ടോ, അത് ഒന്ന് പതപ്പിക്കുമ്പോഴത്തേക്ക് എത്ര നന്നായിട്ടാണ് പതഞ്ഞ് വരുന്നതെന്ന്. അപ്പോൾ നല്ല രീതിയിൽ പതവും വരുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ ഷാമ്പു ചെയ്യുമ്പോൾ ഇപ്പോൾ ഒത്തിരിയൊക്കെ ഓയിലുള്ള ഹെയറിലാണ് ഈ ഷാമ്പു അപ്ലൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ആ ഓയിൽ മൊത്തം ഒന്നും കഴുകിക്കളയാൻ മാത്രം ഒരു ഇഫക്റ്റുള്ളൊരു ഷാമ്പു ആയിരിക്കത്തില്ല. അങ്ങനെ കൂടുതലായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റേ ഷാമ്പൂവും കൂടി കുറച്ചിനകത്തൊട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിലും നമുക്ക് ഫുള്ളായിട്ടെല്ലാം കഴുകി കളയാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ 100% അത് ഉപയോഗിക്കാതെ ഇതും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ച 2 ദിവസം മറ്റേ നോർമൽ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. അങ്ങനെ വന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഷാമ്പു, അതായത് ഒരു കൂടുതൽ പ്രാവശ്യം ഈ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഹെയർ ഫോൾ കുറയും, അതുപോലെ ഗ്രോത്ത് കൂടും, സ്കാൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ ഈ ഷാമ്പു അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കെമിക്കൽ ഷാമ്പൂ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു 5 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം തലയിൽ വെക്കുക, എന്നിട്ട് കഴുകി കളയുക. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ കണ്ടോ കയ്യിലേക്ക് ഒന്ന് പുരട്ടുമ്പോൾ കണ്ടോ കാണുന്നത്. പിന്നെ അതുപോലെ നല്ലൊരു കയ്യോ മുഖത്തോ ഒക്കെ ചേർത്താലും നല്ലതാണ്. അപ്പോൾ ഈ കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കൈയുടെ കളർ അതുപോലെയൊക്കെ കൂടാനും നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു പാക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ പതഞ്ഞ് വരുന്നത് കണ്ടോ, നമ്മൾ കയ്യിലിട്ടൊന്ന് വെറുതെ തേക്കുമ്പോൾ തന്നെ ആ രീതിയിൽ നല്ല രീതിയിലത് കയ്യിൽ കണ്ടോ പതയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൈകാലൊക്കെ തേച്ചിട്ട് കളറൊക്കെ കിട്ടാനും നല്ലതാണ് കേട്ടോ ഈ പാക്ക്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഹെർബൽ ഷാമ്പൂവിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓൺലൈനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, 2-3 ഐറ്റം വാങ്ങിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊരു ഷാമ്പൂ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷാമ്പൂവിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ എപ്പോഴും പറയാറ് പോലെ നിങ്ങൾ ഇതിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.